നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫെയർ ചോദ്യങ്ങളുടെ പ്രാധാന്യം വളരെ കൂടിയിട്ട് വരികയാണ് ഓരോ PSC പരീക്ഷയിലും. വളരെ അടുത്ത് നടന്ന കാര്യങ്ങളടക്കം പുതിയ പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. മുന്നേറ്റത്തെ പരീക്ഷകളിൽ 1-2 കൊല്ലം മുന്നത്തെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു മാസം മുന്നേയുള്ള ചോദ്യങ്ങളടക്കം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിമാരെ പറ്റിയുള്ള ചോദ്യങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ ഏതാണ്, മുന്നത്തെ ഉപരാഷ്ട്രപതി ആരാണ്, ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുന്നത്തെ പരീക്ഷകളിലൊക്കെ ചോദിച്ചിരുന്നത് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ആരാണ് ഉപരാഷ്ട്രപതി, ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്, രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്, ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്നത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളാണ് മുന്നുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിളുകളായിട്ടാണ് ചോദിക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ ഏതാണ്, ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്, ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. 17ാമത് ഉപരാഷ്ട്രപതി തമിഴ്നാട് സ്വദേശിയായ CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ. എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? സുദർശൻ റെഡ്ഡിയാണ്. സുദർശൻ റെഡ്ഡിയേക്കാൾ 152 വോട്ടുകൾ നേടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിജയം. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 16ാമത്തത് ജഗ്ദീപ് ധൻഖർ ആയിരുന്നു. 15ാമത് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആയിരുന്നു. വെങ്കയ്യ നായിഡുവിന് ശേഷം ഒരു ദക്ഷിണേന്ത്യക്കാരൻ ഇപ്പോഴാണ് ഉപരാഷ്ട്രപതി ആയിട്ടുള്ളത്. ദെൻ ആദ്യത്തെ ഉപരാഷ്ട്രപതിയെയും രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. ദെൻ 102ാം വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൊക്കിച്ചി അക്കുസാവ. 102ാം വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൊക്കിച്ചി അക്കുസാവ. ദെൻ പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ തുറന്നത് എവിടെ? പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ തുറന്നത് എവിടെ? ഖുജ്റയാണ്. ഖുജ്റ, ഉത്തർപ്രദേശിലെ ഖുജ്റ. അടുത്ത ചോദ്യം, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂർ. ദെൻ ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആര്? ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സെബാസ്റ്റ്യൻ ലെക്കോർനു. ദെൻ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയത് സുശീല കാർക്കിയാണ്. നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് ഇദ്ദേഹം. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുശീല കാർക്കിയാണ്. അപ്പോൾ നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ഇടക്കാല പ്രധാനമന്ത്രിയാണ്. മുൻ പ്രധാനമന്ത്രിയായ ഒലി ശർമ്മയെ അവിടുത്തെ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് അവർ നാട് വിടുകയുണ്ടായി. അതിനെ തുടർന്ന് അവിടെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ സുശീല കാർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. ദെൻ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ ആണ്. ജപ്പാനിലെ ടോക്കിയോ ആണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. അപ്പോൾ ഈ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് മെഡലുകളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതൊരു നീരജ് ചോപ്രയ്ക്ക് അവിടെ മെഡലുകളൊന്നും ലഭിച്ചിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ, ജപ്പാൻ. സെപ്റ്റംബർ 12 ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് INS ആരവല്ലിയാണ്. സെപ്റ്റംബർ 12 ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് INS ആരവല്ലി. ദെൻ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE ആണ്. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അഥവാ KSFE. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2023-24 ആർദ്ര കേരള പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പഞ്ചായത്താണ്. പാലക്കാടിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ് ആർദ്ര കേരള പുരസ്കാരത്തിൽ. അതായത് ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2023-24 ആർദ്ര കേരളം പുരസ്കാരത്തിന് 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പഞ്ചായത്താണ്. പാലക്കാട് ജില്ലയിലെ പഞ്ചായത്താണ് വെള്ളിനേഴി. ദെൻ ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തിയാണ്.
ബ്ലോക്ക് പഞ്ചായത്ത് കാറ്റഗറിയിൽ പള്ളുരുത്തിയാണ്, എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി. ദെൻ ജില്ലാ പഞ്ചായത്ത് കാറ്റഗറിയിൽ ഇടുക്കിയാണ് ജില്ലാ പഞ്ചായത്ത് കാറ്റഗറിയിൽ. ദെൻ മുനിസിപ്പാലിറ്റി കാറ്റഗറിയിൽ ഗുരുവായൂരും, കോർപ്പറേഷൻ കാറ്റഗറിയിൽ തിരുവനന്തപുരത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നോക്കി വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം, ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചെന്ന ആരോപണത്തിൽ 27 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബൊൾസനാരോ ആണ്. ജെയർ ബൊൾസനാരോ ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചെന്ന ആരോപണത്തിൽ 27 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബൊൾസനാരോ. US ടെലിവിഷൻ പുരസ്കാരമായ എമ്മി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ ഓവൻ കൂപ്പർ. അഡോളസെൻസ് സീരീസിലെ പ്രകടനത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഓവൻ കൂപ്പർ. ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് ഗോലാഘട്ട്, ആസാമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിച്ചത്. വളരെ പ്രധാനപ്പെട്ടതാണ്, നോക്കി വയ്ക്കുക. റഷ്യ പുതുതായി വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ എൻഡറോമിക് എന്ന വാക്സിനാണ് റഷ്യ പുതുതായിട്ട് വികസിപ്പിച്ചത്. എന്തിനെതിരെയാണ്? ക്യാൻസറിനെതിരെ. അപ്പോൾ തിരിച്ചും ചോദിക്കാം കേട്ടോ, ക്യാൻസറിനെതിരെ വാക്സിൻ പുറപ്പെടുവിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റഷ്യ കണ്ടുപിടിച്ച വാക്സിൻ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ് വാക്സിൻ? എൻഡറോമിക്. അപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? റഷ്യ. ഏതാ അസുഖത്തിനെതിരെ? ക്യാൻസറിനെതിരെ. ബീഹാറിനു പിന്നാലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം SIR നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബീഹാറിന് പിന്നാലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം SIR നടപ്പാക്കുന്ന സംസ്ഥാനം കേരളം. കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചിയാണ്. അക്രമകാരിയായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളമാണ്. അക്രമകാരിയായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പൈതൃക മേഖല വർക്കല കുന്നുകൾ. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പൈതൃക മേഖല വർക്കല കുന്നുകൾ. ഇതടക്കം ഇന്ത്യയിൽ നിന്ന് 7 പുതിയ പൈതൃക മേഖലകൾ പട്ടികയിൽ ഉൾപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് ആകെ 69 പൈതൃക മേഖലകളാണ് പട്ടികയിൽ ഉള്ളത്. ലോകത്തെ ആദ്യ AI മന്ത്രി യാഥാർത്ഥ്യമായത് അൽബേനിയയിലാണ്. അൽബേനിയ. ഡിയേല എന്നാണ് പേര്, ഡിയേല. അടുത്ത ചോദ്യം, ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് US-ഉം ചൈനയും കരാറായത്? ടിക്ടോക്കും എന്ന സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് US-ഉം ചൈനയും കരാറ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോട്ടുകൾ തയ്യാറാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓരോ ചോദ്യത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ക്യാൻസർ വാക്സിൻ ആയാലും, മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് ആയാലും, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച ചോദ്യങ്ങളായാലും, ലോകത്തിലെ ആദ്യ AI മന്ത്രി എന്ന ചോദ്യം, അതുപോലെ തന്നെ ടിക്ടോക്ക്, US-ഉം ചൈനയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് US-ഉം ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കി വയ്ക്കുക. വീണ്ടും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകരുത്. നിങ്ങൾ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് ആ ചോദ്യങ്ങൾ കൂടി നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അപ്പോൾ മറ്റുള്ള ആൾക്കാർ കൂടി അത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ കൂടി അത് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.